ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ മാത്സിലെ 6ാമത്തെ യൂണിറ്റായ ഫ്രണ്ട്സ് ഇൻ ഷെൽഫിലെ 109 മുതൽ 111 വരെയുള്ള പേജുകളാണ് നോക്കാൻ പോകുന്നത്. അതിന് മുന്നേയുള്ള പേജുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്തമാറ്റിക്സിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഐ ബട്ടണായിട്ട് മുകളിൽ കൊടുത്തേക്കാം. 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് നോക്കാം. കളർഫുൾ ബീഡ്സ്, പല നിറത്തിലുള്ള മുത്തുകൾ. ബീഡ്സ് ഓഫ് വേരിയസ് കളേഴ്സ് ആർ ഗിവൻ ടു 5 ചിൽഡ്രൻ. പല നിറത്തിലുള്ള മുത്തുകൾ 5 കുട്ടികൾക്കായി നൽകി. How many beads did each get? ഓരോരുത്തർക്കും എത്ര മുത്ത് വീതം കിട്ടിക്കാണും? ഇഫയ്ക്ക് റെഡ് മുത്ത് 10 എണ്ണം, അതുപോലെ ബ്ലൂ 10, ഗ്രീൻ 10, ബ്ലൂ വീണ്ടും ഒരു 7, അങ്ങനെ മൊത്തം എത്രയാണ്? 37. അതായത് 37 എന്നവിടെ എഴുതണം. അരുൺ 10 റെഡ്, 10 ബ്ലൂ, 10 ഗ്രീൻ ആൻഡ് 5 യെല്ലോ. ടോട്ടൽ 35, 35. ഷെറിനാണെങ്കിലോ 10 ചുവപ്പ് മുത്ത്, 10 മഞ്ഞമുത്ത്, 10 ഗ്രീൻ പച്ചമുത്ത്, 10 വീതം ബ്ലാക്ക് കറുപ്പ് മുത്തുകള്, 6 വീണ്ടും ഒരു 6 എന്ത് കിട്ടി? പച്ചമുത്തും കൂടി കിട്ടി. ടോട്ടൽ എത്രയാ? 56 എന്നവിടെ എഴുതണം. മാളുവിനാണെങ്കിലോ 10 റെഡ്, 10 യെല്ലോ, 10 വീതം 20 പച്ച ഗ്രീൻ, ബ്ലൂ 10 എണ്ണം, ബ്ലാക്ക് 8 എണ്ണം, മൊത്തം എത്ര? 58, 58 അല്ലേ? അടുത്തതാരാ? ആസിഫാണ്. 10 റെഡ്, 10 യെല്ലോ, 10 ഗ്രീൻ, 10 ബ്ലൂ ആൻഡ് 4 റെഡ്, 4 ചുവപ്പും കൂടി അല്ലേ? അപ്പൊ എത്രയായി ടോട്ടൽ? 44, 44 എന്നവിടെ എഴുതണം. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ബീഡ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതാനാണ്. കിട്ടിയ മുത്തുകളുടെ എണ്ണത്തിനെ വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതുക. നമുക്ക് എഴുതിയാലോ? 58, 56, 44, 37, 35. വലുതിൽ നിന്നും ചെറുതിലോട്ട് എഴുതിയല്ലോ. അടുത്ത് നോക്കാം. മാളു ആൻഡ് ഹെർ ഫ്രണ്ട്സ് കളക്റ്റഡ് ബീഡ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. മാളുവും അവളുടെ കൂട്ടുകാരും ചേർന്ന് പല നിറത്തിലുള്ള മുത്തുകൾ ശേഖരിച്ചു. ഹൗ മെനി ബീഡ്സ് ഓഫ് ഈച്ച് കളർ? ഓരോ കളറും എത്ര വീതം ഉണ്ട്? ഓരോ കളറിലുള്ള മുത്തുകളും എത്ര വീതം ഉണ്ട്? നമുക്ക് നോക്കാം. റെഡ് ടോട്ടൽ എത്രയാണ്? 50 ആൻഡ് 4 മേക്ക്. 50ഉം 4ഉം ചേർന്ന് 54. യെല്ലോ 30 ആൻഡ് 5 മേക്ക്. 30ഉം 5ഉം ചേർന്ന് 35, 35. ഗ്രീൻ 60 ആൻഡ് 6 മേക്ക്. 60ഉം 6ഉം ചേർന്ന് എത്ര കിട്ടും? 60 പ്ലസ് 6, 60 പ്ലസ് 6 is equal to 66, 66. ബ്ലൂ എത്ര എണ്ണമുണ്ട്? നമുക്ക് നോക്കാം. ബ്ലൂ എത്ര എണ്ണമുണ്ട്? 40ഉം 7ഉം അല്ലേ? 40 ആൻഡ് 7 എന്ന് അവിടെ എഴുതണം. ടോട്ടൽ എത്ര? 40 പ്ലസ് 7 is equal to 47, 47 എന്ന് അവിടെ എഴുതണം. ബ്ലാക്ക് എത്ര എണ്ണം ഉണ്ട്? മുകളിൽ നോക്കിയ ബ്ലാക്ക് 2 10ഉം ഒരു 8ഉം അല്ലേ? അപ്പൊ 20 ആൻഡ് 8 എന്ന് അവിടെ എഴുതണം. അപ്പം 20 ആൻഡ് 8 മേക്ക് 28, 28, 28 എന്ന് അവിടെ എഴുതണം. ഓക്കെ, എഴുതുമല്ലോ. നെക്സ്റ്റ് പേജ് സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്. പാമ്പും ഏണിയും. കളിച്ചിട്ടുണ്ടോ ഇത്? നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും അല്ലേ? ലെറ്റ് us പ്ലേ സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്. ഫോർ ദാറ്റ് റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 100 ഇൻ ഓർഡർ. നമുക്ക് പാമ്പും ഏണിയും കളിയും കളിക്കാം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 1 മുതൽ 100 വരെ ആ കളങ്ങളിൽ എഴുതണം. ഡോണ്ട് ഫർഗെറ്റ് ടു ഡ്രോ മോർ സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്. കൂടുതൽ പാമ്പിനെയും ഏണികളെയും വരയ്ക്കാൻ മറക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ 1 മുതൽ 100 വരെ എഴുതി പാമ്പും ഏണിയും അതിൽ വരച്ചു ചേർക്കണം. റൈറ്റ് നമ്പേഴ്സ് ഇൻ ഓർഡർ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതിൽ വിട്ടുപോയ നമ്പേഴ്സ്, സംഖ്യകൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 65, 64, 63. അപ്പോ 65 കഴിഞ്ഞ് 1 കുറഞ്ഞ് 64, 1 കുറഞ്ഞ് 63. അപ്പൊ 1 കുറച്ച് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? 62, 61, 60, 59, 58, 57, 56. അടുത്ത ചിത്രം നോക്കിയേ. 88 മുതൽ തന്നിട്ടുണ്ട്. അതിന് മുന്നേ 2 കളങ്ങൾ ഉണ്ടല്ലേ? അപ്പൊ അവിടെ എന്തെഴുതും? 1 കുറച്ച് 87, 86.
അതവിടെ എഴുതണം. അത് കഴിഞ്ഞ് 88 ഉണ്ട്, 89 ഉണ്ട്, 90 ഉണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് കൂട്ടി എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാം? 91, 92, 93, 94, 95 വരെ എഴുതണം. അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ ചിത്രത്തിലെ ലാസ്റ്റ് സർക്കിളില് 30 ആണ് തന്നിരിക്കുന്നത്. ഒന്ന് കുറച്ച് 29, വീണ്ടും ഒന്ന് കുറച്ച് 28. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 27, 26, വീണ്ടും ഒന്ന് കുറയ്ക്കുക 25, ഒന്ന് കുറച്ച് 24, 23, 22, 21 വരെ എഴുതുമല്ലോ. ഇനി അടുത്ത കുറച്ച് ചതുരങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് സർക്കിൾ വട്ടങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം റെക്ടാങ്കിൾസ് നോക്കാം. റെക്ടാങ്കിൾസിൽ എന്താണ് തന്നിരിക്കുന്നത്? നാലാമത്തെ ആ ചതുരത്തില് 91 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ ഉള്ളതിൽ ഒന്ന് കുറച്ച് എഴുതാം. 90, 89, 88 എഴുതുമല്ലോ. അപ്പൊ 91 ശേഷമോ 92, 93, 94 എഴുതിയോ? ഇനി 79 എന്ന് രണ്ടാമത്തെ സർക്കിളിൽ തന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കുറച്ച് എഴുതി പോവാം. 78, 77, 76, 75, 74 അവിടെ തന്നിട്ടുണ്ട്. 73. വീണ്ടും കുറച്ച് ചതുരപ്പെട്ടികൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ? അതിൽ അവസാനത്തെ ചതുരത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? 93 എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഒന്ന് കുറച്ച് എഴുതി വരാം. 93 കഴിഞ്ഞ് 92, 91, 90, 89, 88, 87 എഴുതിയല്ലോ. ഇനി അടുത്ത് നോക്കിയേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. താഴെ തന്നിരിക്കുന്നവ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. 60, 50, 40, 60, 50, 40 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 10 വീതം കുറയുകയാണ് ചെയ്തത്. അപ്പൊ അടുത്ത ഏത് വരും? 30, 30, 20, 10 എന്നവിടെ എഴുതണം. അടുത്തത് നോക്കിയേ, 45, 55, 65 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? 10 വീതം കൂടി പോവുകയാണ്. അപ്പോഴ് 65 കഴിഞ്ഞ് വീണ്ടും 10 കൂട്ടുമ്പോ 75, 75 പ്ലസ് 10, 85, 85 പ്ലസ് 10, 95. അതവിടെ എഴുതണം. 75, 85, 95 എന്ന് എഴുതണം. 35, 40, 45. അപ്പൊ ഇവിടെ എത്ര വീതമാണ് കൂടുന്നത്? 5 വീതം കൂടുകയാണ്. 35 പ്ലസ് 5, 40, 40 പ്ലസ് 5, 45. അപ്പൊ നമുക്ക് 5 വീതം കൂട്ടി എഴുതാം. 50, 55, 60 എന്നവിടെ എഴുതണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇൻ ഷെൽഫ് എന്ന ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ആക്ടിവിറ്റീസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഒന്നുകൂടെ പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിലെ ആക്ടിവിറ്റീസുമായി കാണാം. താങ്ക്